സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ദുർഗാ പരമേശ്വരിയുടെ നവദുർഗാഭാവത്തിൽ ഏഴാമത്തെ ദേവീ സ്വരൂപമായ കാളരാത്രിയാണ്. കാളരാത്രി ദേവി, കാൾ എന്ന് പറഞ്ഞാൽ ഡെത്ത് ടൈം, രാത്രി എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്. അപ്പോൾ നമ്മൾ ഈ കാളരാത്രിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഈവിൾസും ഡാർക്ക്നെസ്സൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം, പുതിയ പ്രകാശം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമ്മളെ ദേവി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കാളരാത്രി, അതായത് പാർവതി ദേവിക്ക് എങ്ങനെയാണ് കാളരാത്രി എന്നുള്ള പേര് വന്ന്? ദേവി അസുര നിഗ്രഹത്തിന് വേണ്ടി കാളി സ്വരൂപം എടുത്തു. കാരണം രക്തബീജൻ, ചണ്ടമുണ്ടൻ, ശുംഭൻ തുടങ്ങിയ ഉഗ്രാസുരന്മാരെ വധിക്കാനായിട്ട് ദേവി ഉഗ്രസ്വരൂപം എടുത്തു. രക്തബീജനെയൊക്കെ വധിക്കുമ്പോൾ രക്തബീജൻ്റെ ഒരു തുള്ളി രക്തം താഴെ വീണ്ടും അസുരന്മാരുണ്ടാവുകയാണ്. അപ്പോൾ ആ രക്തമൊക്കെ ദേവി തന്നെ കാളി രൂപത്തിൽ വന്ന് പാനം ചെയ്ത് ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് ആ ഡാർക്ക്നെസ്സൊക്കെ മാറ്റി അവിടെ പ്രകാശം കൊണ്ടുവന്നു. അപ്പോൾ ഈ കാളരാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല ഡാർക്ക്നെസ്സും മാറി നമ്മുടെ ജീവിതത്തിൽ ദേവി പ്രകാശവും കൊണ്ടുവരുന്നു, പ്രൊട്ടക്ഷനും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാളരാത്രി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഇന്നിവിടെ നമുക്ക് കിട്ടിയ മെസ്സേജ്, ദേവിയുടെ മെസ്സേജ് നാഗദേവിയാണ്. നാഗദേവിയുടെ മെസ്സേജ് എന്താണ്? സന്താനങ്ങൾക്ക് വളരെ മോശം സമയം വരുമെന്നതിനാൽ സന്താനങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കുക. കാരണം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറ്റം കൊണ്ടും ഒക്കെ പലതരം അസുഖങ്ങളും നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് അസുഖങ്ങൾ സന്താനങ്ങൾക്ക് വരുമ്പോൾ സ്വയം ചികിത്സ ചെയ്യാതെ നമ്മൾ ശരിയായ ഡോക്ടറെ കണ്ട് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഇവിടെ നാഗദേവിയുടെ സന്ദേശം. അപ്പോൾ ഇന്നത്തെ ദിവസം കാളരാത്രി ദേവിയുടെയും നാഗദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.